അടിപൊളി സാധനം ഉണ്ട് മോനെ. ഇവനെ കണ്ടെടുത്തല്ലേ ദേ നല്ല നല്ല പച്ച കളറുള്ള പാലക് മഷ്റൂം. അപ്പം മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ ചെയ്യാൻ പോകുന്നത്, അപ്പം നമ്മൾ ഈ ചെമ്മീനില്ലേ, ഈ ചെമ്മീൻ അങ്ങോട്ടില്ലേ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. ഇത് ടൈഗർ പ്രോൺസ് ആണ്. അടിപൊളി സാധനം ഉണ്ട് മോനെ. നല്ല സ്മെല്ലുണ്ട്, നല്ല പച്ച സ്മെല്ലുണ്ട്. ചീഞ്ഞ സ്മെല്ലല്ല, പച്ച സ്മെല്ല്. അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ യൂസ് ചെയ്യണത് നല്ല വെളിച്ചെണ്ണയാണ്. നല്ല കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് മസ്റ്റർഡ് സീഡ് ഇടാം. മസ്റ്റർഡ് സീഡ്. അപ്പം മസ്റ്റർഡ് സീഡ് അങ്ങനെ ആദ്യം ഇട്ട് വെച്ചാലേ ഇത് പൊട്ടണ സൗണ്ട് നമുക്ക് കേട്ടിട്ട് എണ്ണ ചൂടായെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം തന്നെ ബാക്കി സാധനങ്ങൾ ഇട്ടാം. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പം മസ്റ്റർഡ് സീഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു കുരുമുളക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഗാർലിക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് കടുകോറ ഒനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ ഉണ്ട്, 2.5 കിലോ ചെമ്മീനെ നമുക്കൊരു 1 കിലോ സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ബേലീഫ് കുറച്ച് എന്നിട്ട് അങ്ങാടെ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അത് അങ്ങോട്ട് വാടണം. പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ നല്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമുക്കില്ലേ കുറച്ച് മല്ലിയുടെ തണ്ടും തക്കാളിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം പാലക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ മഷ്റൂം പാലക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുവേണ്ടി നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചീര ഇടാം കേട്ടോ. ഈ ചീര ഇട്ടിട്ട് അപ്പം തന്നെ അങ്ങോട്ട് എടുക്കണം. ചീര കുറച്ച് ഉപ്പും കൂടി ഇടുക. ചീരയിൽ ഉപ്പ്. ഇതങ്ങോട്ട് ബ്ലാഞ്ച് ആവട്ടെ. ബ്ലാഞ്ചിങ് ആൻഡ് ബോയിലിംഗ് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാഫ് കുക്ക് പോലെ ആവണ്ട. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വെക്കുക. എന്നിട്ട് കോൾഡ് വാട്ടറിൽ, ഐസ് ചിൽഡ് വാട്ടറിലാണ് ഈ സംഭവം ഇടേണ്ടത്. ഇത് മൊരിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ജിഞ്ചർ കറി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു നോട്ടം വേണം കേട്ടോ. ഇത് ഓവർ കുക്ക് ആകാൻ പാടില്ല. തക്കാളി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് ബ്ലാഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേവിച്ചാൽ ഇതിൻ്റെ കളർ പോകും, ഇതിൻ്റെ കളറും ടേസ്റ്റും പോകും. അപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ തണുത്ത വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോളണം. എന്നിട്ട് അത് ചൂടാറുമ്പോൾ അരച്ച് ലൈവായിട്ട് ഇതിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ സർവീസ് ടൈമിൽ മാത്രമേ നമ്മൾ ഈ മഷ്റൂം പാലൊക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കളർ, ആ പച്ച കളർ നഷ്ടപ്പെടും. വെള്ള സ്പെഷ്യൽ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് വാടി വന്ന ടൈമിലേ നമുക്ക് നേരത്തെ അരച്ച് വെച്ച മല്ലിയിലയുടെ തണ്ടും തക്കാളിയും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പുളിയുണ്ട്. ഈ ഗ്രേവിയിലോട്ടാണ് നമ്മുടെ ചെമ്മീൻ ഇടാൻ പോണത്. കണ്ടാ, ഈ ടെയിൽ മാത്രം നിർത്തിയിട്ടുണ്ട്. കണ്ടാ, ഇതിൻ്റെ ഉള്ളിലെ മറ്റേ ലിവറും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ കൂട്ടന്മാരെ അങ്ങനെ ഇട്ട് കൊടുക്കാം പതുക്കെ. ഇത് വേഗം കുക്കാവട്ടാ. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 10 മിനിറ്റാണ്. 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിന് കുറവ് മതി കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗ്രേവി ആവും അല്ലേ. ഈ ഗ്രേവിക്ക്, ബേസിക് ഗ്രേവിക്ക് അധികം ഫ്ലേവർ ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ആ വെള്ളം ഇറങ്ങുമ്പോൾ ആ ഒരു ടേസ്റ്റില്ലേ, അതും ഈ ഗ്രേവിയും കൂടി പിടിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. ചെമ്മീൻ കിട്ടുമ്പോൾ ഏത് ചെമ്മീനായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. നേരത്തെ ബ്ലാഞ്ച് ചെയ്ത സ്പീനച്ച്, ചീര നേരത്തെ ദൂരം ഉണ്ടായി, കുറേ ഉണ്ടായില്ലേ. വേണ്ട, ബ്ലാഞ്ച് ചെയ്തത് വന്നപ്പോൾ ഇത്ര ഉള്ളൂ. ഈ കളർ പോകുമ്പോൾ കേട്ടോ, കളർ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നേരെ അടച്ച് വെച്ചിട്ട് ഫ്രീസറിലോട്ടോ കയറ്റി വെച്ചു. ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി തക്കാളി, ഒരു 5 പീസ് തക്കാളിയും കൂടി എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ചെമ്മീനിലോട്ട് ഇടട്ടെ ഗ്രേവിക്ക് വേണ്ടി. അപ്പോൾ ഈ അവസാനത്തെ ഈ ടൊമാറ്റോ പേസ്റ്റും കൂടി അങ്ങോട്ട് ഇടാം. ഇളക്കാം. കണ്ടാ, ഇത് അപ്പോൾ കുറച്ചും കൂടി ടൊമാറ്റോ ഫ്ലേവേഡ് ആ ഒരു ജ്യൂസ് ഇറങ്ങി ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ ക്രീം ഒഴിക്കുക.
സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ റെസിപ്പി ഞാൻ തരാം. കുറച്ച് ബട്ടർ ഇടാം, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുക, ഏറ്റവും ഫൈനൽ ഇട്ടാ ഗരം മസാല ഇട്ട് കൊടുക്കുക. ലെമൺ ജ്യൂസ്, ബട്ടർ, ഗരം മസാല, ലെമൺ ജ്യൂസ്, ക്രീം, കുറച്ച് തേങ്ങാപ്പാല അല്ലെങ്കിൽ ക്രീമ, ഫ്രഷ് ക്രീമ എന്തെങ്കിലും കുറച്ചങ്ങോട്ട് ഒഴിക്കുക ബാലൻസ് ചെയ്യാണ്ട്. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി അങ്ങോട്ട് ഇട്ടാൽ സംഭവം റെഡിയാണ്. കൊറിയാണ്ടർ ലീവ്സും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഒന്നും ചെയ്യേണ്ട, മൂടി വെച്ചാൽ മതി, സർവീസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്ട. അത്യാവശ്യത്തിന് ഗ്രേവി മാത്രമേ ഉള്ളൂ, വെള്ളത്തിൽ കിടക്കണില്ല. കണ്ട ഈ ഒരു പരുവം. ഇതൊന്നും ആറി കഴിയുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഗ്രേവി തിക്കാവും. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ചോറും കൂടി അങ്ങോട്ട് പെട്ടക്കാം. അപ്പോൾ പുളി ചെമ്മീൻ കറി കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട ഇവനെ കണ്ടെടുത്തല്ലേ അടിക്കാം. വെച്ചിട്ടും പിന്നെ ഗ്രേവിയിൽ ഞാൻ വെച്ചിട്ടും ഇത്തിരി മാരോ റോസ്റ്റും കൂടെ വെച്ചിട്ടല്ലേ കുഴക്കണം. എൻ്റെ ഞാൻ കഴിച്ചല്ലേ പൊടിയാണ്. അപ്പം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും നാട്ടിൽ ചെന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അധികം കുക്ക് ചെയ്യുമ്പോൾ ഹാർഡായി പോവും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം മച്ചാൻ വരെ നമ്മുടെ പാലക് മഷ്റൂമിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. മഷ്റൂം ബാറ്റോൺ മഷ്റൂമാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യണത്. ഇത് തന്നെ നമുക്ക് ഇത് ബ്ലാൻഡ് ചെയ്ത് വെച്ച ഈ പാലക്കിലെ ഈ സ്പീനച്ച് ഇത് നമുക്ക് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ നല്ലോണം. ആ സ്പീനച്ചിൽ ചീര നല്ലോണം ബ്ലാൻഡ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റി വെക്കണം. കടുക്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജീരകം കൂടെ കുറച്ച് 1 ടേബിൾ സ്പൂൺ, എല്ലാം 1 ടേബിൾ സ്പൂൺ വെച്ചിട്ടോ. ഗാർലിക് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഒനിയൻ 1 കിലോ ഇട്ട് കൊടുക്കുക. ചോപ്പിട് കടുക്. അടിപൊളി വെജിറ്റേറിയൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാ. അപ്പോൾ വെജിറ്റേറിയൻ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അടിപൊളി ഡിഷാണ്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഈ മഷ്റൂം പാലക്ക് കുക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ മഷ്റൂം ഇട്ടിട്ട് അധികം കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പാലക്ക് തട്ടിക്കൊള്ളണം. അപ്പം മഷ്റൂം ഇടുന്ന ടൈമിൽ പടയുന്ന കാര്യങ്ങൾ നടത്തിക്കൊള്ളണം കേട്ടോ. അതിനുവേണ്ടി എല്ലാം കട്ട് ചെയ്ത് സ്റ്റാൻഡ് ബൈ വെച്ചേക്കണം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കും, കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി മാത്രം ചേർക്കണുള്ളൂ കേട്ടോ, മുളക് പൊടി ഒന്നും ചേർക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പച്ച കളർ ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മൾ എരിവിന് വേണ്ടി ഓൾറെഡി നമ്മുടെ ഈ ഗ്രീൻ ചില്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. രണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ ടൈമിൽ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല വളരെ കുറച്ച് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഗരം മസാലയും കൂടി ഇട്ടിട്ട് അങ്ങാടി നമ്മുടെ ഗരം മസാല ഇട്ടിട്ട് നമ്മുടെ തക്കാളി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ക്യൂബ്സ് ഇട്ടാ ഇത് ആ കളർ കാണണം. ആ ടൈമിൽ തന്നെ നമുക്ക് ബട്ടർ മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉപ്പ് നോക്കിയിരുന്നു കേട്ടോ. ഓൾറെഡി ഇതിനൊരു ചെറിയ ഉപ്പുള്ള ഒരു മഷ്റൂമാണ് ഇത്. വെന്ത് വരുമ്പോൾ ഒരു ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് ആദ്യം കുറച്ച് ഉപ്പിടാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വേഗം വാടും. വേഗം കളറ് മാറുകയും ചെയ്യും, വേഗം ഇത് വാടുകയും ചെയ്യും. നമുക്ക് മൂടി കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമ്മുടെ സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ. കണ്ടാ പിന്നെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പീനച്ച് ആ പാലക്ക് അങ്ങോട്ട് തട്ടണം. കണ്ടാ പാലക്ക് അങ്ങോട്ട് തട്ടണം. ഇത് പാലക്ക് ഒഴിച്ചാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് സീസണിങ് നോക്കിയിട്ട് സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ നോക്കിയിട്ട് മാറ്റി വെക്കണം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കറക്റ്റ് ഉപ്പാണ്ടോ, ഉപ്പൊട്ടും ചേർക്കണ്ട, കറക്റ്റ് ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ വേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഉപ്പ് അങ്ങോട്ട് വരും. അപ്പം ഈ സീക്രട്ട് റെസിപ്പീസും ഈ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഉപ്പ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കൊല്ലമായിട്ട് ഞാൻ പഠിച്ചു വന്നതാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. എനിക്ക് സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി വന്ന് പഠിച്ചാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പം കപ്പലിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ അടിപൊളി വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ജസ്റ്റ് കുറച്ച് ക്രീം ഒഴിച്ചാലേ ഇതിൻ്റെ ആ ഒരു ഫ്രഷ് ഫ്ലേവർ പോകില്ല, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒന്നും ചെയ്യാൻ പാടില്ല, ഇനി മാറ്റി വെക്കാം. ഫൈനലി കൊറിയാണ്ടർ ലീവ്സ്
ഇത്രയുള്ള പരിപാടി. വെറും സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഡിഷുണ്ട് ഈ മഷ്റൂം പാലക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പാലക് പനീർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസിനായി കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കി തന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊന്നളിയാ, അധികം നേരം ഇത് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടാ. ദേ നല്ല നല്ല പച്ച കളറുള്ള പാലക് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതും ചപ്പാത്തി, ഇതും ദാൽ ചപ്പാത്തിയാണ് നമ്മുടെ കൂടെ ഒന്ന് കഴിക്കാനുള്ളത്. ദാൽ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ. എന്നിട്ടാണ് പാലക് മഷ്റൂം പാലക് അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണ്. കപ്പലിൽ ഉണ്ടാക്കണതാണ്. അപ്പോൾ കപ്പലിൻ്റെ റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ ആ മഷ്റൂം അങ്ങോട്ട് കിടക്കണണ്ട മഷ്റൂം. ഓ, ഈ സാധനത്തിന് കൊണ്ട് അങ്ങോട്ട് ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കിയല്ലേ അടിപൊളിയാണ്ട. അപ്പം മച്ചന്മാരെ ഇങ്ങനത്തെ ചിക്കൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ചിക്കൻ കറി, ഇത് ചിക്കൻ കറി ഇതിൻ്റെ ഗ്രേവിയാണ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട് ആരെങ്കിലും? അപ്പോൾ ഇതിൻ്റെ റെസിപ്പിക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. ഇന്ന് ഇതും നമ്മുടെ പാലക് മഷ്റൂമും കൂടിയാണ് കഴിക്കാൻ പോണത്. അടിപൊളി ഗംഭീര കോമ്പിനേഷനാണിത്. അപ്പം മച്ചന്മാരെ നമ്മുടെ അല്ലേ ഈ പാലക് മഷ്റൂമും മഷ്റൂമൊക്കെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി കണ്ടത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോണത്, ഇതൊന്ന് കഴിച്ചോക്കിട്ടിട്ട് അറിയാം. അടിപൊളി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോണത് നമ്മുടെ ദാൽ ചപ്പാത്തി ഇല്ലേ, ദാൽ ചപ്പാത്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ഇതിൻ്റെ ദാൽ ചപ്പാത്തി എന്താണെന്ന് അറിയേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഒരു പുതിയൊരു റെസിപ്പിയാണ്, എൻ്റെ റെസിപ്പിയാണ്. ബാക്കി ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ദാൽ ചപ്പാത്തിയും ചിക്കനും നമ്മുടെ പാലക് മഷ്റൂമാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ മച്ചന്മാരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനും വർക്ക് ചെയ്യാനും ട്രാവൽ ചെയ്യാനും മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യാനും ഇതിനൊക്കെ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ള ഇൻഫോർമേഷൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യും. അപ്പോൾ ഈ ചിക്കനും ഈ ദാൽ ചപ്പാത്തിയും കൂടെ എടുത്തുള്ളേ ഈ മഷ്റൂമിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചല്ലേ പൊന്നളിയോ. അത് കണ്ട വളരെ കണ്ട. അപ്പോൾ ഞങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ കൊൽക്കട്ടയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അതെ, ഈ മഷ്റൂം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ, ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടി മാത്രം ചെയ്തിട്ടുള്ളൂ. മഞ്ഞപ്പൊടിയും ചെറിയ ഗരം മസാലയും, വേറൊരു മസാലയും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ കളറും ഈ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടി ബാക്കി എല്ലാ മസാലയൊക്കെ ചേർത്താൽ ഇതിൻ്റെ ആ ഒരു പാലക്കിൻ്റെ മഷ്റൂമിൻ്റെ ടേസ്റ്റ് പോയിട്ട് അതിൻ്റെ ടേസ്റ്റും കയറി നിൽക്കും. അറിയില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പാലക്ക് ബ്ലാഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. അധികം പാലക്ക് ഓവർ കുക്ക് ആയാലും കളറും പോവും ടേസ്റ്റും പോവും. രണ്ടാമത്തേത് ഈ മഷ്റൂം അധികം വേവാൻ പാടില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിപ്പോവും, ഇതിൻ്റെ ടേസ്റ്റും പോവും. ഉള്ളിലത്തെ വെള്ളം പോയാൽ ഒന്നിനും കൊള്ളില്ല ഈ മഷ്റൂം. അപ്പോൾ ഇത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഉണ്ടാക്കണേക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കി കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മഷ്റൂം ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ നമ്മുടെ പാലക്ക് അരച്ച് വെക്കാൻ പാടുള്ളൂ. പാലക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അതിൻ്റെ സ്റ്റാർച്ച് മൊത്തം പോയി ആ പച്ചക്കളറും ആ ഫ്ലേവറും അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇഷ്ടംമാതിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈ പാലക് മഷ്റൂം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല ഫൈനൽ പ്രൊഡക്റ്റ് സാധനം കിട്ടൂട്ടാ. കണ്ടാ ഈ സാധനം അടിപൊളി. താങ്ക് യു. അപ്പം കപ്പലിൻ്റെ വിശേഷങ്ങളും പുതിയ റെസിപ്പീസുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.